ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ലില്ലി പറഞ്ഞു, ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു മുസ്ലിം സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടും ലില്ലി എൻ്റെ പുറത്ത് പ്രഷർ ഇട്ടത് കാരണം ഞാൻ പോയി. ആ ജോർദാൻ ഖാൻ പ്രസംഗിച്ച കൂട്ടത്തിൽ തൻ്റെ സാക്ഷ്യം പറഞ്ഞു. കൊച്ചുനാളിൽ ഹുക്ക വലിക്കാൻ തുടങ്ങി. ആസ്മ സഹിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. 18-19 വയസ്സേ ഉള്ളൂ. റാവൽപിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുകയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട്, സിഗരറ്റും വലിച്ചുകൊണ്ട്. ഒരാൾ വന്നിട്ട് കടലാസ് കൊടുത്തു പോയി, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അയാളതെടുത്ത് ദൂരെ കളഞ്ഞു. യേശുക്രിസ്തു നബിയല്ലയോ, നബിക്ക് അങ്ങനെ ഒരാളിനെ രക്ഷിക്കാൻ കഴിയും? സമയം കൊല്ലാനായിട്ട് ആ കടലാസ് അദ്ദേഹം എടുത്തു. അദ്ദേഹം വായിച്ചു, സിഗരറ്റ് വലിയിൽ നിന്ന് വിടുതൽ തരും. അദ്ദേഹത്തിന് സിഗരറ്റ് വലിയിൽ നിന്ന് വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനം പറഞ്ഞിരുന്ന പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2 അത്ഭുതം നടന്നു. ഒന്ന്, അയാൾക്ക് സിഗരറ്റ് വലിയോട് ദേഷ്യം വന്നു, സിഗരറ്റ് എടുത്ത് ദൂരെ കളഞ്ഞു. മാത്രമല്ല ആസ്മ സുഖമായി. അതിനകത്ത് രോഗശാന്തിയെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ രണ്ടും കൂടെ ഒന്നിച്ച് സംഭവിച്ചു. ഞാൻ ഈ കഥ കേട്ട് വെച്ച് തിരിച്ചു പോവാണ്. 1971 ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രി ഒരു 8-9 മണിക്ക് മുമ്പേ പട്ടാളത്തിൻ്റെ വണ്ടിയിൽ പോവുകയാണ്. എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ആ മുസ്ലിം ജോർദാൻ ഖാൻ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചു. യേശുവേ, നീ ക്രൂശിൽ മരിച്ചത് പാപികളെ രക്ഷിക്കാനാണെന്ന് ഞാൻ ഇന്ന് കേട്ടു. ഞാനൊരു മഹാപാപിയാണ്, എന്നോട് കരുണ കാണിക്കണമേ. നിൻ്റെ രക്തം എനിക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ. ഒരു വലിയ അത്ഭുതം നടന്നു. എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി വീട്ടിലോട്ട് പോകാനായിട്ട്. ചാടി ഇറങ്ങി ഒരു ഇറക്കം ഇറങ്ങണം, പിന്നെ ഒരു കയറ്റം കയറിപ്പോണം. ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് കതകിന് കൊട്ടി. ലില്ലി വന്ന് കതക് തുറന്നു. ഞാൻ വെളിയിൽ തന്നെ ഇങ്ങനെ ലില്ലിയെ നോക്കി അങ്ങ് നിന്ന്, കൊച്ചേ നീ സുന്ദരിയാണല്ലോ. ലില്ലി വിചാരിച്ച് ഞാൻ കള്ളു കുടിച്ചാന്ന്. 4 വർഷത്തിലൊരിക്കൽ പോലും ഞാൻ ആ കൊച്ചിനെ സുന്ദരി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത വീട്ടിൽ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരു മണിമലക്കാരനുണ്ട്, പട്ടാളക്കാരനാണ്. കുഞ്ഞിരാമൻ്റെ യേശുവിനെ പറ്റി പറയട്ടെ. ഞാൻ ഇന്ന് കുഞ്ഞിരാമനെ വിളിച്ചുണർത്തി. കുഞ്ഞിരാമനും വിചാരിച്ച് ഞാൻ കള്ളു കുടിച്ചാന്ന്. എൻ്റെയൊക്കെ പറഞ്ഞ സാറ് പോയി കിടന്നുറങ്ങും, നേരം വെളുക്കുമ്പോൾ എല്ലാം നേരെയാവും. പക്ഷേ നേരം വെളുത്തപ്പോൾ എല്ലാം കുറച്ചുകൂടെ കുഴപ്പമായതേ ഉള്ളൂ. ഞാൻ റോഡിൽ പോയി എന്നിട്ട് പറയാൻ തുടങ്ങി, ഓഫീസിൽ എന്നിട്ട് പറയാൻ തുടങ്ങി, എല്ലാവരോടും പറയാൻ തുടങ്ങി. അന്ന് പിടിച്ച കിറുക്കാണ് ഇത് കൂടി വരികയാണ്.